അധ്യാത്മരാമായണം യുദ്ധകാന്ഡം ശുകബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ. പുഷ്കരേ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ പരാക്രമവാരിധേ. ഭാനുതനയനാം ഭാഗധേയാംബുധേ വാനരരാജമഹാകുലസംഭവ ആതിഥേയേന്ദ്രസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോട് വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുവന്നേൻ അതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്ക് പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്ന് കേവലം എന്നുടെ ലങ്കാപുരമെടോ. അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കട്ടുന്നിതെന്നോടിവിടെ വന്നന്ധകാരം നിലച്ചിടായിക നീ വൃഥ. യുദ്ധം ശുഭോക്തികൾ കേട്ട് കവികുലമുത്തായ ചാടിപ്പിടിച്ചാരതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റ് ശുകൻ അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ, രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീരഹതോഹം പ്രപാഹിമാം. യുദ്ധം സുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുകൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോട്. ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടതെന്ന് സുഗ്രീവനോട് അത് ചൊല്ലിയിടുക എന്നതു കേട്ട് സുഗ്രീവനും ചൊല്ലിനാൻ ആശുശുകനോട് സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനിയും കൊല്ലണം ആശുസപുത്രബലാന്വിതം. ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ടീടിന ചോരണയും കൊന്ന് ജാനകി തന്നെയും കൊണ്ടുപോകണം. അതിന് കിഷ്കിന്ധയ്ക്ക് രണ്ടില്ല അതിനെന്ന് ചെന്ന് ചൊല്ലിയിടു നീ. അർക്കജാത്മജോക്തികൾ കേട്ട് തെലഞ്ഞളവ അർക്കാന്വയോത്ഭൂതൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുകരെ ബന്ധിച്ചു കൊണ്ട് ഊനമൊഴിഞ്ഞിങ്ങ് കത്തുകൊണ്ടീടുവിൻ. ഞാൻ ഉര ചെയ്തേ അയക്കാവിതെന്നത് ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ട് കരഞ്ഞുകൊണ്ടീടിനാൻ. ശാർദൂല വിക്രമം മൂണ്ട കാപിബലം ശാർദൂലനായ നിശാചരൻ വന്ന് കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകൾ ഉള്ളുവണ്ണം അത് കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തിപൂണ്ടേറ്റം ദീർഘചിന്താന്വിതം ചീർത്ത ഖേദത്തോട് ദീർഘമായി ഏറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നീടിനാൻ. സേതുബന്ധനം. തൽക്കാലമർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തു ഭയം സമുദ്രം കടപ്പാൻ എന്ത് ചിന്തിച്ച് കൽപ്പിക്കുക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തത് കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാൻ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്ത് രഘുവരൻ. നന്നത് തോന്നിയത് ഇങ്ങനെ തന്നെ എന്ന് അർണവമിതേ കിഴക്ക് നോക്കി തൊഴുത്. അർണോജലോചനാക്കിയ രാഘവൻ ദർഭവിരിച്ച് നമസ്കരിച്ചിട്ടാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മുന്നഹോരാത്രം ഉപാസിച്ചത്. അങ്ങനെ മൂന്ന് ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതും ഇളകിയിലമാരുതിയും അതിക്രോധേന ഏറ്റാന്ത നേത്രണാം നാഥനും കൊണ്ടുപോവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ. കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം എന്ന് പെരുവഴി ഈളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നമ്മതിയ പൂർവന്മാർ വളർത്തതും ഇന്ന് ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിരുവൻ വെള്ളം
കപികുലം പുഷ്ടമോദം പദചാരേണ പോകണമെന്നരുൾ ചെയ്ത് ഇല്ലും കുഴിയെ കൊലച്ചർണവത്തോടരുൾ ചെയ്തു രാഘവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകെട്ട് അന്നേരം പൃഥ്വിരഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ പറച്ച് ചവഞ്ഞത് മിത്രണം മങ്ങി നിറഞ്ഞു തിമിരവും അപ്തിയും ക്ഷോഭിച്ചു. വിട്ടാൽ കവിഞ്ഞു വന്ന് ഉത്തംഗമായ തരംഗാവലിയോടും പ്രസ്ഥങ്ങളായി പരിതപ്തങ്ങളായി വന്നത് അത്യുഗ്ര നക്ര തിമിച്ച ഷദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ട് ദിവ്യരൂപത്തോടും അപ്പതേ ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വെച്ച് സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്ത് രക്താന്തലോചനാകിയ രാമനെ ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോജകൽപതേ ത്രാഹിമാം ത്രാഹിമാം പൗരസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമ രമാപതേ. ആദികാലേ തവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചത് നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകുന്ന ഇന്ദ്രവടി സൃഷ്ടിച്ചതേറ്റവും ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കുതിക്കാവൂ തവമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ അതിനന്യതാകർത്തുമാരുള്ളത് ശക്തരായി താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസഞ്ഞല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാഗ്യം നാമവാനായി ചമഞ്ഞു ഭവൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരട്ടിങ്കൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നമായത് ദേവാദികൾ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോഭൂതമായി പതിതാനും ഉത്തമ പുരുഷ രാമദയാനിധിയുമായ ചെന്മായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ അനാരതം നിർഗുണനായി സദാ ചിദ്ഘനനായൊരു നിഷ്കളനായി നിരാകരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുപടി തന്നെയും മൂർഖനാം ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലഘുണം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം പവാദൃശാം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരുണ്യപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രാഭയം ദേഹിമേ സന്തതം രാമലങ്കമാർഗമാശുദ്ധാമിതേ. യുദ്ധം വണങ്ങി സ്തുതിച്ച വർണ്ണനോട് ഉത്തമപുരുഷൻ താനുമരുൾ ചെയ്തു ബാണം മതീയമഘോ അമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്ത് അതിനുള്ളതും വട്ടമില്ലാതൊരു ലക്ഷ്യം അതിന് നീ കാട്ടിത്തരേണം എനിക്ക് ദയാനിധേ. അർണവനാഥനം ചൊല്ലിനാൻ അന്നേരം മന്യുന കാരുണ്യ സിന്ധോ ജഗൽപതേ ഉത്തരസ്യാം ദിശി മത്തീരപുതല ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കളുണ്ട് നിശാചരത്രയും ഭാരം ഉപദ്രവിച്ചിടുവർ വേഗാൽ അവിടേക്ക് ഐക്യബാണം തവ ലോകോപകാരമാമത് നിർണയം രാമനും ബാണം അയച്ച അനത് നേരമാമയം തേരിടും ആഭീരമണ്ഡലമെല്ലാം അടുക്കി വേഗേന ബാണം പോന്ന് വല്ലവേ തുണിരവും ബുക്കിതാതരാൽ ആഭീരമണ്ഡലമൊക്കെ നശിക്കിയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കൂരദേശവും അന്നു തൊട്ട് എത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരം അന്നേരം ആകുലമിന്യേ നിർജ്ജലെ സത്വതം സേതുബന്ധിക്ക് നല്ലനാം കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടാ ഇവരെ വിശ്വകർമാൻ മകനാവകയാൽ വിശ്വശില്പക്രിയാതൽപരനെത്രയും വിശ്വദുരിതാപഹാരണ്യായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്ന് പറഞ്ഞു തൊഴുതുരൻ അബ്ധിയും എല്ലാം അറിഞ്ഞരുളിയിടിനാൻ സന്തുഷ്ടനായ ഒരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നല്ലനെ വിളിച്ച് ഉടൻ ആജ്ഞ ചെയ്യിച്ച് സേതു സംബന്ധനെ തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്നിച്ച് സത്വരം പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാരവീര്യമി എന്ന കവികളും സർവ്വദിക്കിങ്കലിൽ നിന്ന് സാരപ്രസവം പർവ്വത പാഷാണപാത പ്രജാലങ്ങൾ കൊണ്ടുവന്നവ വാങ്ങിത്തിരുതിരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാർ നേരെ ശതയോജനായുധമായുടൻ ഈരഞ്ചയോജന വിസ്താരം വരും വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധവും രാമഭദ്രണം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ച് വന്നിച്ച് ഭക്തിയ നമസ്കൃത്യ രാജീവലോചനേവം അരുൾ ചെയ്തു. യാതൊരു മർത്തിനിവിടെ വന്നാതിരാൽ സേതുബന്ധനം കണ്ട് രാമേശ്വരനെയും ഭക്തിയ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടിട്ട്
അതിശുദ്ധനായി വന്നുകൂടും. മമാനുഗ്രഹാൽ മുക്തിയും വന്നീലുമില്ലൊരു സംശയം. സേതുബന്ധനത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂദേശനാക്കിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി കുണ്ഠത കൈവിട്ട് വാരാണസിപുക്ക് ഗംഗയിൽ സ്നാനവും ചെയ്ത് ഇത് ശ്രമം ഗംഗാ ശരീരവും കൊണ്ടുവന്ന ആദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത്. ശ്രീമൽ സമുദ്രേ കളഞ്ഞ് തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്തൻ എന്നോട് സായുജ്യം വരും, അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്ത് രാമൻ തിരുവടി നന്നത്തോട് സേവിച്ചതെല്ലാം വിശ്വകർമാത്മനാം നളനും പിന്നെ വിശ്വാസമോട് വടുത്തു തുടങ്ങിനാൻ. ഇതിരുത് മദ്രിഭാഷാണ് തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്ന് 20 യോജന പിറ്റെന്നാൽ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 പോലെ 23 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജന ആയുധം ചഞ്ചല പിന്നേ തീർന്നോരനന്തരം ചേതുവിന്മേലെ നടന്ന കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറി രഘുത്തമൻ താരയെ കണ്ടേ സുമിത്രാതനീനം ആരുഹി ചെന്ന് സുബേലാജലം മുകളേറി വാനര സേനയോടും ധൃതം ലങ്കാപുര ലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാജലോപരി സംപ്രാപ്യം നോക്കി നേരത്ത് കണ്ടത് എമ്പാരുതൻ പരിക്കത്ത് ലങ്കാപുരം സ്വർണ്ണമയധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്രസന്നിഭ ഗോപുരജാലം പരികശതഗ്നി സമന്വിതം പ്രാസാദമത്തിന് വിസ്തീർണ ദേശേ മുദാവാസവതുല്യ പ്രഭാവേന രാഘവൻ രക്തസിംഹാസനെ മന്ത്രിഭി സംകുലേ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും പഞ്ചാമരങ്ങളും ബാലത്തരന്മാരെ കൊണ്ട് വീച്ച് നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ട് മാനിച്ച് മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. മുന്നേ നിബിദ്ധനായ ഒരു ശുകാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ എന്ത് സുഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നുള്ള ചെയ്ത് കെട്ടുതവൻ എന്ന് ദശാനൻ തന്നെ വണങ്ങിനാൻ. രാവണ ശുക സംവാദം. പങ്ക്തിമുഖനും അവനോട് ചോദിച്ചാൻ എന്ത് നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരന്മാർ അറിഞ്ഞു വിളിച്ചത് അഭിമാന വിരോധം വരുത്തിയാരോ അഥവാ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേഖ്യതം കളം ചൊല്ലിയരടോ. രാത്രിയും ചിരക്തി കെട്ടി സുഖൻ പരമാർത്ഥം ദശാനോട് ചൊല്ലിനാൻ. രാക്ഷസരാജ പ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധുതൻ ഉത്തരതീരത്തീരോപരി ചെന്നൊരു അന്തരമിന്നെ ഞാൻ വാക്യങ്ങൾ ചെന്ന നേരത്ത് അവരെന്നെ പിടിച്ചിടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ. രാമരാമ പ്രഭോ പാഹി പാഹി ഇത് ഞാൻ ആമയം പൂണ്ട് കരഞ്ഞ നാദം കേട്ട് ദൂതൻ അവത്തിനായി പിന്നവനെന്ന് ആദരവോട് അവൾ ചെയ്തു. ഉദയാപരൻ വാനരന്മാരും അയച്ചാൽ അതുകൊണ്ട് ഞാനും ഭയം തീർന്ന് നീളം നടന്നിടൻ വാനരസൈന്യമെല്ലാം കണ്ടുപോന്നത് മാനവീരൻ അനുജ്ഞയാസാദരം. പിന്നെ രഘുവരൻ എന്നോട് ചൊല്ലിനാൻ. ചെന്ന് നീ രാവണൻ തന്നോട് ചൊല്ലുക യുദ്ധയെ നൽകിയിടുവെന്നെങ്കിൽ അല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുള്ളത് ചെയ്തു കൊള്ളണം. രണ്ടും കണക്കെനിക്കെന്ന് പറയണം. എന്തു ബലം കൊണ്ട് സീതയെ കെട്ടുകൊണ്ട് അന്ധനായിപ്പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിന് ബലമെങ്കിൽ എന്നോട് പോരണൈക്കൊണ്ട് പുറപ്പെടുക. നീ ലങ്കാവരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ട് ഞാൻ ഇരൊക്കെ പൊടിപ്പെടുത്തുന്നുള്ളിൽ വന്നിങ്ങ് പൊക്കൊരു രോഷവും ആശു തീർത്തിയിടുവൻ. ഭക്തൻ ചെരുവല ശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക നീ എന്നരുളിച്ചേതിരുന്നരുളിയിടിനാൻ. നിന്നോട് സോദരൻ കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോട് വന്നിച്ച് നിഗ്രഹിപ്പാനായി പവന്തമരണാങ്കണെ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ കപിപുങ്കുവ പാലിതം പൂർവ്വസന്നിഭന്മാരായ വാനര കുലുങ്ങവേ ഗർജനവും ചെയ്ത് സർവ്വലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കടന്നു നിൽക്കുന്നത് നിർഭയം. സംഖ്യമാർക്കും ഗണിക്കാവതല്ലിക സംഖ്യാവതം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെ നോക്കി ധൃതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ 100,000 പടയോടെ മൃവിക്കളെ നീറാക്കുവാൻ ഒഴറ്റോടെ വാൽ ഭംഗിച്ച് കാലിനും പേടിച്ചുമുണ്ടും അവനോട് നീലനാം സേനാപതിപത്നി നന്ദനൻ അങ്കദനാകും ഇളയ രാജാവ് അതിനങ്ങേത് പങ്ക്തിയും പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അതിർശൃംഗോപമൻ തൽപാർശ്വസീം നിൽക്കുന്നത് വാതജൻ തൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രണാം ശ്വേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരവൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരൊക്കെ
വൈദ്യവൃന്ദനന്ദനന്മാരല്ലോ സേതുകർത്താവാം നളൻ. അതിനങ്ങേത് ബോധമേറും വിശ്വകർമാവതൻ മകൻ താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി സൂര്യനായിടും പ്രമാദി ശതബലി സാരണാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജൻ ഗവയൻ ഗവാക്ഷനും ശൂരൻ രതിമുഖൻ ജ്യോതിർമുഖൻ ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളത് അറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ എടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാർ ഇവരേവരും ശ്രീരാമദേവനും മനുഷ്യനെല്ലാം ആദിനാരായണനാം രാമൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായ ദേവിയിൽ സോദരൻ ലക്ഷ്മണനാകുന്നതായ അനന്തനും ലോകമാതാവും പിതാവും ജനക രാഘവന്മാരും നരകവഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്തെന്ന് തോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വം അശുഭവിക്കും എല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യഭാവങ്ങളാൽ ബദ്ധമായി തൊന്മാംസം മേധോസ്തി മൂത്രം ഫലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്ക് അതോർക്ക് നീ ഹന്ത ജരത്മയത്തിങ്കൽ എന്തൊരസ്ഥ ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാധികം പാതകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദി മൂലമായി സമ്പദിക്കുന്നിടം പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനം വന്നുകൂടുന്നു. സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ച് കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവ് നിർമ്മലൻ അവ്യയൻ അദ്വയനാത്മാനമാത്മന കണ്ടു നൽക നീ. ആത്മാവിനെ സ്മരിച്ചിരുക സന്തതം ആത്മനിലയിലേക്ക് നീ. കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കൾ ശക്തി തടഞ്ഞു വിരക്കനെ വാഴുക. സൂകരസ്വാദി ദേഹങ്ങളാകിലും ഭോഗം നരകാദികളിലുണ്ടല്ലോ. ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ച് ദാഹന്ത പിന്നെ ദ്വിജത്വം വന്നത് കർമ്മഭൂവാ അത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചേരിനാൻ പിന്നെയുണ്ടാകും അഭോഗത്തിൽ ആഗ്രഹം തന്നിനായുള്ളവൻ അവർക്ക് മഹാമതേ. പൗലസ്ത്യപുത്രനാൻ ബ്രാഹ്മണാട്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ ഇന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടു. രാമനാകുന്ന ആത്മാഭരണദ്വയൻ സീതയെ രാമന് കൊണ്ട് കൊടുത്ത് തൽപാദപത്മാനുചരനായി ഭവിക്കുക നീ. സർവ്വപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. മല്ലായികലാശ് കീഴ്പ്പെട്ട് പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം. നല്ലത്രേ ഞാൻ നിനക്ക് പറഞ്ഞത്. നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളുകടോ. രാമേത് ജപിച്ചുകൊണ്ടാമയം വേറിട്ട് സാധിക്കുക. മോക്ഷവും സത്സംഗമോട് രാമചന്ദ്രൻ ഭക്തവത്സരം ലോകശരണ്യം ശരണദം. ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം വൃക്ഷാനിപണം വിഭീഷണ സമീപിതം. ഭക്ത്യാനിരന്തരം ധാനിച്ചു കൊള്ളുകലോ മുക്തി വന്നീരവതിലില്ല സംശയം. ഇത്തം സുഖവാക്യം അജ്ഞാനനാശനം ശ്രുത്വ ദശാസ്യനം ക്രോധതാം പ്രേക്ഷനായി ദഗ്ധനായി പോകും സുഖനെന്ന് തോന്നുമാറ് അത്യന്തരോഷേണ നോക്കി ഇവിടെ ചെയ്താൻ. വൃത്തിനെയുള്ള നീ ആചരണ ഇപ്പോൾ നിസ്ത്രവം ശിക്ഷ ചൊല്ലുവാൻ എന്തു കാരണം. പണ്ട് നീ ചെയ്തൊരു ഉപകാരം ഓർക്കയാലുണ്ട്. കാരുണ്യം എനിക്കതുകൊണ്ട് ഞാൻ ഇന്ന് കൊല്ലുന്നതിൽ നിന്ന് കൽപ്പിച്ചതൻ മുന്നിൽ നാശം അറിയത്തു പോക നീ. കെട്ടൽ പൊറുക്കരുതാതെ ഒരു വാക്കുകൾ കേട്ട് പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എൻ്റെ മുമ്പിൽ നീ കാറ്റണം നിൽക്കിലോ. വന്നുകൂടും മരണം നിനക്കിന്നേതുമ്പേ എന്നത് കെട്ട് പേടിച്ച് വിറച്ചവൻ ചെന്ന് തൻ മന്ദിരം പൊക്കിരുന്നരുളേടിനാൻ. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാരണത്തിൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികൾ പ്രാധാന്യത്വവും കൈക്കൊണ്ട് ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു മേവിനാൻ യോഗം ധരിച്ച് പരബ്രഹ്മനിഷ്ഠയ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസനിന്ദാവരനായി മരുവന്ത് ശാന്തരെ നിജ്ജരവൈരീകുല ശ്രേഷ്ഠനാകിയ വജ്രദംഷൻ മഹാദുഷ്ടനിശാചരൻ എന്തെന്ന് നല്ലു സുഖാപകാരത്തിനെന്ന് അന്തരവുമത്ത് വാർത്തിരിക്കും വിധവും കുംഭോത്ഭവനാം അഗസ്ത്യൻ സുഖാശ്രമേശം പ്രാപ്തനായി ഒരു ദിവസം ബലാൽ സംപൂജിതനാം അഗസ്ത്യതബോധനൻ സംബോധനാർത്ഥം നിയന്ത്രിതനാകിയാൽ സ്നാനം ഗതേ മുനോ കുംഭോത്ഭവേ യാതുദാനാദിവൻ വജ്രദംശാസനം ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ച് അന്തരാചൊന്നാൻ സുഖനോട് സുബന്ധസൈന്യത മുട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ട് മൃഷ്ടമായി ഉണ്ണയണമെന്ന് നമുക്കിടവും ശാഖമാംസം വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവൻ ബ്രാഹ്മണ സത്തമൻ എന്നുള്ള വേശുകൻ പത്നിയോടും തുതാ ചൊന്നാൻ അതങ്ങനെയെന്നവളും ചെന്നാൽ അത്യാശുഖ പത്നിവേഷം ധരിച്ചവൻ ചിത്തമോഹമൃതത്തിനൻ മായ മർത്തിമാസം വിളമ്പിക്കൊടുത്ത അമ്പോട്
തത്രയോ വജ്രദംശനം മറഞ്ഞീടിന മർത്തിമാംസം കൊണ്ട് മത്രാഭരണിയും കൃത്യപ്രംശകരെ ശവിച്ചത് മർത്തിരെ ഭക്ഷിച്ച് രാക്ഷസനായി ഇനി പൃഥ്വിയിൽ വഴുത മത്തപോലിത്ത് ശവിച്ചത് കേട്ട് ചുകണ്ടാനും എത്രയും ചിത്രമെന്നോ ഇതെന്തോന്ന് കാരണം മാംസോത്തമം ഭുജിക്കണം എനിക്കെന്ന് ശാസനം ചെയ്തതും മറ്റാരുമല്ലല്ലോ എന്നെ അതിനെ കോപിച്ച് ശപിച്ചതും പിന്നീട് ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്ത് പറഞ്ഞത് നീ സഖേ, നല്ല വൃത്താന്തം ഇത് എന്നോട് ചൊല്ലണം എന്നത് കേട്ട ശുകനും അഗസ്ത്യനോട് അന്നേരം സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷം ഇത് ഇജ്ജനത്തോടെ വീണ്ടും വന്നരൾ ചെയ്ത് വ്യഞ്ജനം മാംസം സമന്വിതം വേണമെന്ന് അഞ്ജസ ഞാൻ അത് കേട്ടത് ഇത് ചെയ്തതും ശുദ്ധം ശുക്തികൾ കേട്ടൊരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തം ഉൾക്കാമ്പ് കൊണ്ട് കണ്ടോ ഒരളവ് ഉൾത്താപമോട് അരുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായി വയംബത യാമിനി സഞ്ചാരികളുടെ ചെയ്ത് നിർണയം. ഞാനും അതി മൂട്ടനായി ചമഞ്ഞ് ബലാലുണം വരാ വിധീതൻ മതമേതുമേ വിധിയായി വന്നുകൂടാ മമഭാഷിതം സത്യപ്രധാനമല്ലോ നീയുമാകിയാൽ നല്ലത് വന്നുകൂടും മേൽ നിർണയം കല്യാണമായ ശാപം അക്ഷരം നൽകുമവൻ. ശ്രീരാമഭക്തിയെ രാവണൻ കൊണ്ടുപോയി ആ രാമസിമിനി വെച്ച് കൊള്ളുന്നിടം രാവണഭൃത്തിനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായും വരും രാഘവന്മാരുടെ സേനയുമായി ചെന്ന് ആകുലവന്യ ലങ്കാപരാന്തിക്ക് 4 പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥ അറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനൻ. അന്ന് ചെന്ന് വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊന്നും അറിയാതെ പോയി ചെന്ന് ദശമന്നനോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശനം ചെയ്ത് ദേവപ്രിയനായി വരും പുനരേശ്വരന്. രാക്ഷസഭാവമശേഷം ഉപേക്ഷിച്ച സാക്ഷാൽ ദ്വിജത്വം വന്നുകൂടും ദൃഢം യുദ്ധം അനുഗ്രഹിച്ച് കലശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം.